വസന്തേ, നിന്റെ അമ്മ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? നിനക്കൊന്ന് സഹായിച്ചു കൊടുത്തൂടെ മോളെ? വന്ദന ഉണ്ടായിരുന്നെങ്കിൽ വിഷുസദ്യയൊക്കെ എപ്പോഴേ റെഡിയായെന്ന്. ഇതാ എനിക്ക് പിടിക്കാത്തത്. അച്ഛനും അമ്മയ്ക്ക് നാവ് എടുത്തു കഴിഞ്ഞാൽ വന്ദന 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 എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അല്ല, ഞാനിന്ന് ചോദിച്ചോട്ടെ, ഞങ്ങളെ ഒന്നും അമ്മ പ്രസവിച്ചതല്ലേ? ഈ സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോ ആശുപത്രിയിൽ വെച്ച് മാറിപ്പോയതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. മറ്റു പെൺമക്കളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴേ അക്കാര്യത്തില് എനിക്കും സംശയമൊക്കെ ഉണ്ട്. അല്ല, ഞാൻ അവരെ പോലെ മതില് ചാടിയൊന്നുമില്ലല്ലോ. വിഷുവായിട്ട് വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഇത് കൊള്ളാലോ. കൈനീട്ടം കൊടുത്ത് വായിലിരിക്കുന്ന കേൾക്കേണ്ട അവസ്ഥയാ ഇപ്പൊ മാധവന്. പിന്നെ 50 രൂപ കൈനീട്ടം. അല്ല, അതിനുള്ള വായിന്ന് പറഞ്ഞതാ. വിഷുവായിട്ട് എന്തിനാ മാധവേട്ട വസന്തി ദേഷ്യം പിടിപ്പിച്ചേ? എന്ത് ദേഷ്യം? പാലട പായസന്റെ മണം അടിക്കുമ്പോ അവളിങ്ങി വന്നോളും. അതുവരെയുള്ള ദേഷ്യം കാട്ടിലേ ഉള്ളു വസന്തയ്ക്ക്. ഇന്ന് സുചിത്ര ഇല്ലാത്തോണ്ട് വിഷുസദ്യ ഒരുക്കാൻ ഞാനും കൂടെ സഹായിക്കാം. പണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിനക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലായിരുന്നു. അന്ന് ആഹാരം പാചകം ചെയ്തിരുന്നത് ഞാനായിരുന്നു. ഞാനുണ്ടാക്കുന്ന അവിയലായിരുന്നു നിനക്ക് ഏറ്റവും ഇഷ്ടം. അതൊക്കെ ഓർക്കുമ്പോ എന്ത് സുഖമാണ്. അടുക്കളയിലേക്ക് മാത്രം അന്ന് ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടന്ന് പാചകമൊന്നും പഠിച്ചില്ല. കൊള്ളാം. വാ, നമുക്ക് തുടങ്ങാം. കൈനീട്ടത്തിന് നല്ല കനമുണ്ടല്ലോ. കൈനീട്ടത്തിന്റെ മൂല്യം പറയാൻ പാടില്ലെന്നാ. തരുന്നത് 1 രൂപയാണെങ്കിലും അത് വാങ്ങണം. എന്നാലും പറയാം, 11,111 രൂപയുണ്ട്. ഇതെന്താ വള്ളത്തുളവാർഡോ? വള്ളത്തുളവാട് 11,111 രൂപയല്ല, അത് 1,11,111 രൂപ. താങ്ക് യു ഏട്ടാ. എനിക്കില്ലേ കൈനീട്ടം? ഏട്ടനുള്ള കൈനീട്ടം കയ്യിലല്ല തരുന്നത്, പിന്നെ കവിളില്ല. കെട്ടിപ്പിടിച്ച് കവിളിലൊരുമ്മ. എങ്കിൽ വൈകിക്കണ്ട, പെട്ടെന്ന് തന്നോ. ഏട്ടാ, കുറച്ചു മുമ്പ് അമ്മ വിളിച്ചിരുന്നു. ഏട്ടനെയും കൂട്ടി അങ്ങോട്ട് വാ, അവിടുന്ന് വിഷുസദ്യ കഴിക്കാന്ന് പറഞ്ഞു. തൽക്കാലം അതൊന്നും വേണ്ട. നമ്മള് ഇവിടെ ഈ വീട്ടില് വിഷു ആഘോഷിക്കുന്നു. നീ നേരത്തെ കാസിമിന് കൈനീട്ടം കൊടുക്കണ്ടെന്ന് ചോദിച്ചില്ലേ? കൊടുത്തോളെ. കാസിമിന് നീ കൈനീട്ടം കൊടുത്താ മതി. മുൻപ് ഞാനിതൊന്നും ശീലാക്കിയിട്ടില്ലായിരുന്നല്ലോ. കാസിമിന് അറിയാലോ, എനിക്ക് അങ്ങനെ കൈനീട്ടം കൊടുക്കുന്ന പതിവൊന്നുമില്ല. ഇത് വർഷയുടെ ആഗ്രഹം. വാച്ചോ.
ഈ നല്ല മനസ്സിന് പുണ്യം കിട്ടും മോളെ. മോള് ഭാഗ്യവതിയാ, മഹാലക്ഷ്മിയാ. മോള് വന്ന് കയറിയതോടെ ഈ കുടുംബം ഒരു ക്ഷേത്രമായി മോളെ. അത്രയ്ക്ക് ഐശ്വര്യമാ മോള്. ഏട്ടാ എന്താ ഈ കാണിക്കുന്നേ? എന്തിനാ കാസിമിനെ ഉപദ്രവിക്കുന്നേ? വേണ്ട, ഇനി ഇവനോട് ജോലിക്ക് വേണ്ട. ഏട്ടാ അയാള് നീ പറഞ്ഞതനുസരിച്ചാ മതി. പക്ഷെ അകത്ത് പോ, അകത്തേക്ക് കയറി പോവാൻ. എടോ, എന്റെ ഭാര്യയുടെ ദേഹത്ത് തൊടുന്നോളോ കളവാ ഒന്നുകളെ ഞാൻ. ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോടുന്നു. അല്ല കാസിം. അത് മറന്നേക്ക്, അയാളെ ഞാൻ ഒഴിവാക്കാതിരിക്കായിരുന്നു. നീ വാ. അല്ല അത് ആ പക്ഷേ ഇരിക്കുക. വാ. ആഹാരം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്താ കഴിക്കാൻ? എല്ലാം ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. സദ്യയല്ല, പകരം എന്റെ പ്രിയതമയ്ക്ക് ഇഷ്ടമുള്ള ബിരിയാണി. എല്ലാവരും സദ്യ കഴിക്കുമ്പോ നമ്മൾ ബിരിയാണി കഴിക്കുന്നു. അതിനെന്താ? ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഇന്ന് ഞാൻ നിന്നെ ഊട്ടും. അത് വേണോ? പിന്നെ വേണം. ഞാനിതെന്താ കൊച്ചുകുട്ടിയോ മറ്റാണോ? നീ എന്നും എനിക്ക് കൊച്ചുകുട്ടിയല്ലേ? കഴിക്ക. ഇനി ഞാൻ വാരിത്തരാം. ആ സുചിത്രേ, എല്ലാരും വന്നോ? ഇല്ലച്ച. ദിയമോൾ എവിടെ? മോൾ ഇവിടെ ഇല്ലേ? അവള് ചന്ദ്രയുടെ കൂടെ കിച്ചണിൽ കാണുമായിരിക്കും. അയ്യോ ഇല്ലച്ച, ഞാൻ അമ്മയുടെ അടുത്തും വിനുവിന്റെ അടുത്തൊക്കെ നോക്കിയതാ, അവിടെ ഒന്നും കാണുന്നില്ല. അവള് പിന്നെ എവിടെ പോയി? ഞാൻ കരുതി അച്ഛന്റെ കൂടെ കടയിൽ വല്ലതും വന്നതായിരിക്കും. ഇല്ല ഇല്ല മോളെ. പിന്നെ മോളിത് എവിടെ പോയി? ഞാൻ വീട്ടിനകത്ത് നോക്കാം. മോൾ ഇവിടേക്ക് നോക്കിയേ. ആ ദിയമോളെ, 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 ദിയമോളെ.
മോളെന്താ ഇവിടെ നിൽക്കുന്നെ? എല്ലാരും ആഹാരം കഴിക്കാൻ പോവാ. മോള് വാ. എനിക്ക് വന്ദനമ്മയെ കാണണം. അവിടെ എല്ലാരും മോളെ തിരക്കി നടക്കുക. വന്ദനാമ്മ വരും. മോള് വാ. മോള് ചോറൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചിരിക്കുമ്പോ മോളുടെ വന്ദനാമ്മയോട് മോളെ കാണാൻ വരാൻ പറയാം. പറയുമോ? ഈ വല്യമ്മല്ലേ പറയുന്നേ? വരും. ആന്റി കള്ളം പറയാ. സത്യം? സത്യം. വാ. മരുമകളൊക്കെ ഇപ്പൊ രുചിയായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ വിളമ്പ്. അച്ഛന്റെ പാകമൊക്കെ ഇവളിപ്പോ പഠിച്ചു. മാത്രമല്ല കറികൾക്ക് നല്ല രുചി കിട്ടണമെങ്കിലേ പാചകം ചെയ്യുന്ന ആളിന്റെ മനസ്സിനും സന്തോഷം ഉണ്ടാവണമെന്നാ വിദ്യ പറയുന്നത്. അതാടാ നിന്റെ ഭാര്യക്ക് ഇത്ര സന്തോഷം കൂടാൻ അവൾക്ക് എന്താ വല്ല നിധി കിട്ടി? അത് ലോട്ടറി അടിച്ചോ? ഒരർത്ഥത്തിൽ ബമ്പറല്ലേ അടിച്ചത്. അച്ഛനും അരുമപുത്രനും കണ്ടാ മിണ്ടാത്ത പരുവായില്ലേ. ഇങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് പോയാ ഈ വിദ്യ രണ്ടുപേരുടെ കയ്യിലും ഓരോ ആയുധം കൂടി പിടിപ്പിക്കും. രണ്ടിലൊന്ന് തീരാൻ. ആര് ചത്താലും ഗുണം ഈ വിദ്യക്ക് തന്നെ. ചത്തവൻ കട്ടിലൊഴിയുകയും ചെയ്യും, കൊന്നവൻ ജയിലിലും ആവും. പിന്നെ ഇതിന്റെയൊക്കെ അവകാശി വിദ്യ തന്നെ. കട്ടും മോട്ടിച്ചൊക്കെ ഉണ്ടാക്കിയ അളവില്ലാത്ത സ്വത്തിന്റെ അവകാശി. നീ എന്താടി സ്വപ്നം കാണുകയാണ്? അല്ലച്ച, ഇത്രയും ബുദ്ധിരാക്ഷസനായ അച്ഛന് ജിതേട്ടനെ പോലൊരു മകൻ എങ്ങനെ പിറന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് ഇവളോട് ചോദിച്ചാ മതി. അതെ, നീ ഇത് കേട്ടായിരുന്നോ? നിന്റെ മരുമോളെ രാഷ്ട്രീയത്തിലിറക്കാൻ കൊള്ളാം. അല്ല, നീ എന്താ ഒന്നും കഴിക്കാത്തത്? നിനക്കെന്താ വല്ലായികയുണ്ടോ? ഓ, മോനെ പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അമ്മേ, ഞാൻ ജിതേട്ടനെ കുറിച്ച് പറഞ്ഞത് വെറും തമാശക്കാ. ഭാര്യയുടെ മനസ്സിലല്ലോ അമ്മയ്ക്ക്. അമ്മയ്ക്ക് മക്കൾ എല്ലാരും തുല്യരാ. അവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. മക്കളിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോ ഒരമ്മയ്ക്കും ആഹാരം ഇറങ്ങില്ല. അപ്പൊ അതാണ് കാര്യം. ഞാൻ ഊഹിച്ചു. പ്രത്യേകിച്ചും ഇളയ മകൻ വിഷം ധരിക്കുമ്പോ അമ്മയ്ക്ക് ആഹാരം ഇറങ്ങില്ല. ജഗനെയും വന്ദനയും കൂടെ ആഹാരം കഴിക്കാൻ വിളിച്ചോട്ടെ. മിണ്ടിപ്പോരുത്. മിണ്ടിയ നിന്റെ കരണം പൊളിക്കും ഞാൻ. ഒരമ്മയും മകനും. അവൻ ആ നശിച്ചവളുടെ കഴുത്ത് താലി കെട്ടിയപ്പോ ഓർത്തില്ലല്ലോ ഇങ്ങനൊരമ്മയെ. എന്നിട്ട് അവന് വേണ്ടി വക്കാലത്തുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എടി, ഈ കുടുംബത്തിലെ മുടിയനായ പുത്രനാണവൻ. ഈ ലക്ഷണം എടുക്കുന്ന സമയത്ത് അച്ഛനെ പോലെ ഒരാളോട് ജഗനിങ്ങനെ കാണിക്കരുതായിരുന്നു. സ്വന്തം ഭാവി ഇല്ലാതാക്കിയത് പോട്ടെ, അച്ഛന്റെ സ്ഥാനത്തെക്കുറിച്ച് അവൻ ആലോചിക്കണമായിരുന്നു. പാർട്ടി ഘടകങ്ങളിൽ വരെ ജഗന്റെ കല്യാണ ചർച്ച വിഷയമായി. അവനെ കഴുത്തിന് പിടിച്ച് പുറത്തെറിയാൻ കഴിയാഞ്ഞിട്ടല്ല. ഈ സമയത്ത് ചാനലുകൾക്ക് ഫ്രീ ആയിട്ടൊരു വാർത്ത കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ്. ഈ വീട്ടിൽ ഇനി അവനും അവൾക്കും വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ അവരുടെ സ്ഥാനം
ഈ വീടിന്റെ പടിക്ക് പുറത്താണ്. അതിനി ഭാര്യയാണെങ്കിലും അതെ, മക്കളാണെങ്കിലും അതെ, നിന്നോടുകൂടി ചേർത്താ പറയുന്നത്. അച്ഛാ, അമ്മയ്ക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അച്ഛൻ സന്തോഷമായിട്ട് ആഹാരം കഴിക്കായിരുന്നില്ലേ? അതിനിടയിൽ എന്തിനാ ജഗന്റെ കാര്യം വലിച്ചിട്ടത്? പാവം മന്ദന, ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും എടുത്തു കൊടുക്ക. ഈ പാത്രത്തിലൊന്നും ഒന്നുമില്ലല്ലോ. ചിലപ്പോ ഫ്രിഡ്ജിൽ കാണും, ചൂടാക്കി കൊടുക്കാം. ഒന്നുമില്ലല്ലോ. ആ, ദോശമാവുണ്ട്, ദോശ ചൂടാം. അയ്യോ, എന്താ മോനെ, കൈ പൊള്ളിയോ? അമ്മ നോക്കട്ടെ. അമ്മേ, സാരില്ല, ചെറുതായിട്ടൊന്ന് പൊള്ളിയതേ ഉള്ളൂ. നോക്ക്, നന്നായിട്ട് പൊള്ളിയല്ലോ മോനെ. നീ എന്തിനാ അറിഞ്ഞുകൂടാത്ത പണിയൊക്കെ ചെയ്യാൻ പോന്നേ? വന്ദനൊന്നും കഴിച്ചിട്ടില്ലമ്മേ. വന്ദന കഴിച്ചിട്ടില്ല, പക്ഷേ നീ എന്തെങ്കിലും കഴിച്ചോ? വന്ദന കഴിക്കാത്തോണ്ട് നീ അങ്ങ് പട്ടിണി കിടക്കുവാണോ? പെറ്റ വയറിന് ഒരു മക്കളെയും തള്ളിക്കളയാനാവില്ല. നിനക്ക് അമ്മ എത്രമാത്രം ഇഷ്ടമാണോ അതിന്റെ 10 ഇരട്ടി ഇഷ്ടമാടാ എനിക്ക് നിന്നെ. ഇവിടുത്തെ സാഹചര്യമൊക്കെ നിനക്കറിയാലോ. നിന്റെ അച്ഛനൊരു മുരടലായിപ്പോയി. വാശിക്കാരത്തി പിന്നെ നീ ഒട്ടും മോശമൊന്നും അല്ലല്ലോ. അതെങ്ങനെയാ? അച്ഛന്റെ സ്വഭാവമല്ലേ നിനക്കും കിട്ടിയിരിക്കുന്നേ. അച്ഛന്റെ മനസ്സില് വന്ദനെ ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നതിനുള്ള ദേഷ്യം അതങ്ങ് പോകെ പോകെ മാറൂടാ. അതുവരെ നീയും വന്ദനയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അമ്മയ്ക്ക് അച്ഛന്റെ മുമ്പിൽ വെച്ച് സ്നേഹം കാണിക്കുന്നതിലൊരു പരിധി ഉണ്ടടാ. അതുകൊണ്ട് മോനെ അമ്മയുടെ ദേഷ്യമൊന്നും തോന്നരുത്. ഇല്ല എൻ്റെ അമ്മേ, എൻ്റെ അമ്മ എനിക്കറിഞ്ഞൂടെ. കണ്ണു തുടയ്ക്ക്. എനിക്കത് മതി. റൂമിൽ വെള്ളം തീർന്നാൽ ഫ്ലാസ്കിൽ നിറച്ചു വെക്കണം. ഞാൻ എപ്പോഴും പറയണോ സുമേ? ഇതെന്താ ഒരു സെന്റിമെന്റൽ സീൻ? അതെ, ചൂടുവെള്ളം തീർന്നു, ഒന്ന് നിറച്ചു വെക്കണമെന്ന് അറിയില്ലേ സുമേ നിനക്ക്?
ചില വെള്ളം എടുക്ക. ഈ ദോശയൊന്ന് ചുട്ടുകൊടുത്തിട്ട് ഞാൻ വെള്ളം കൊണ്ടുവരാം. രാഷ്ട്രീയ പ്രവർത്തകൻ, യുവജന നേതാവ്. അപ്പോ അടുക്കളയിൽ കയറി തുടങ്ങിയല്ലേ? എടി, ഇന്ന് വരെ അടുക്കളയിൽ കയറാത്തവനാണിവൻ. ഒരാച്ചി വന്നതോടെ അടുക്കളയിൽ കയറി തുടങ്ങി. അടിപൊളി അടിപൊളി. വന്ദനയും ജഗനും ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല. ആണോ? മതി സുമേ, ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് മതി. അതെ മോനെ, ഒരു നേരം പട്ടിണി കിടന്നു എന്ന് വെച്ചിട്ട് ആരും ചത്തുപോയ ചരിത്രം ഈ ലോകത്തിലില്ല. പ്രത്യേകിച്ച് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കിടന്നിട്ടുള്ളവർക്ക് ഇതൊക്കെ ശീലമായിരിക്കും.